നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓപ്പണിങ്ങും ക്ലോസിംഗ് സ്റ്റോക്കും ഉള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റകൾ ABC എന്ന കമ്പനിയുടെ ഡാറ്റകളാണ് 31 ഡിസംബർ മുതൽ ഉള്ള ഡാറ്റയും തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കോസ്റ്റ് ഷീറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ പ്രൈം കോസ്റ്റ്, അതുപോലെ തന്നെ വർക്കിംഗ് കോസ്റ്റ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അത് എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ അതിൽ നിന്ന് വായിച്ചു. സ്റ്റോക്ക് ഓൺ 1 ജനുവരി 2010 നമുക്ക് സ്റ്റോക്കുകളാണ്. റോ മെറ്റീരിയൽസ് 20,000, വർക്കിംഗ് പ്രോഗ്രസ് 10,000 രൂപ, ഫിനിഷ്ഡ് ഗുഡ്സ് 50,000 രൂപ. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഡിസംബറിലെ സമയത്ത് റോ മെറ്റീരിയൽസ് 25,000 ഉണ്ടായിരുന്നു, വർക്കിംഗ് പ്രോഗ്രസ് 15,000 ഉണ്ടായിരുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് 60,000 രൂപ. ദെൻ ആ വർഷം പർച്ചേസസ്, ആ വർഷത്തെ പർച്ചേസസ് മെറ്റീരിയൽ 4,25,000 രൂപ, ഡയറക്റ്റ് വേജസ് 2,50,000 രൂപ, അതുപോലെ തന്നെ ചാർജബിൾ എക്സ്പെൻസ് 10,000 രൂപ, ഫാക്ടറി ഓവർ ഹെഡ് 80,000 രൂപ, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് 45,000 രൂപ, ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് 30,000 രൂപ, സെയിൽസ് 9,20,000 രൂപ. ഇപ്പൊ എത്ര ഡാറ്റ വെച്ചാൽ നമ്മോട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു അറിയേണ്ടത്. സോ നമുക്ക് തന്നിരിക്കുന്ന ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത മെത്തേഡ് വെച്ച് നോക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്ത് ആദ്യം ഓൾ ഡയറക്റ്റ് എക്സ്പെൻസുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. ഈ പ്രൈം കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഫാക്ടറി ഓവർ ഹെഡ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും. ഈ വർക്ക് കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ് കിട്ടും. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഈ ടോട്ടൽ കോസ്റ്റും സെയിൽസിന്റെ ഡിഫറൻസിന്റെ എമൗണ്ട് ആണ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. സോ ഇതേ മെത്തേഡ് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നു. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ റോ മെറ്റീരിയൽസ്, അതുപോലെ വർക്കിംഗ് റോ മെറ്റീരിയൽസിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ വർക്കിംഗ് പ്രോഗ്രസിന്റെയും ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് നോക്കാം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു എക്സൽ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് കോസ്റ്റ് ഷീറ്റ് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത് കോസ്റ്റ് ഷീറ്റ് ഓൺ ABC ലിമിറ്റഡ്. നമുക്ക് എന്താണ് കോസ്റ്റ് ഷീറ്റ് ഓഫ് ABC ലിമിറ്റഡ്, കോസ്റ്റ് ഷീറ്റ് ഓഫ് ABC ലിമിറ്റഡ് ഓൺ 31 ഡിസംബർ നമ്മൾ ഹെഡിങ് കൊടുത്ത് ഇതാ നമുക്ക് എന്താണ് പർട്ടിക്കുലേഴ്സ് വേണം. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് 2 കോളം മതി, ധാരാളം. ഒന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ ഞാൻ. പർട്ടിക്കുലേഴ്സ് ഉണ്ട്, നമുക്ക് എമൗണ്ട്സ് ഉണ്ട്. ഫസ്റ്റത്തെ പർട്ടിക്കുലേഴ്സ് ഒന്ന് നോക്കാം. ആദ്യം എന്താ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റകൾ. തന്നിരിക്കുന്ന ഡാറ്റ ഫസ്റ്റ് റോ മെറ്റീരിയൽ പർച്ചേസ്. അപ്പൊ നമുക്ക് അറിയാം ഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്ന കാര്യമാണ് റോ മെറ്റീരിയൽസ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും, പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കും. അപ്പൊ പ്രൈം കോസ്റ്റിൽ ഒന്നാണ് മെറ്റീരിയലിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, റോ മെറ്റീരിയൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, റോ മെറ്റീരിയൽ പർച്ചേസ് ഉണ്ട്, അതുപോലെ റോ മെറ്റീരിയലിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ റോ മെറ്റീരിയൽ കൺസ്യൂമർ എത്ര കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം ആഡ് റോ മെറ്റീരിയൽ, ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമുക്ക് എത്ര എമൗണ്ട് തന്നിട്ട് 20,000 രൂപയാണ് തന്നിട്ടുള്ളത്. ദെൻ അതിലേക്ക് എന്ത് ചെയ്യുന്നു, പർച്ചേസ്, ആഡ് പർച്ചേസ്. എത്ര എമൗണ്ട് എത്ര തന്നിട്ടുള്ളത്, റോ മെറ്റീരിയൽ പർച്ചേസ് എത്രയാണ്, 4,25,000 രൂപ. 4,25,000 രൂപ. എമൗണ്ട്. ദെൻ അപ്പൊ നമുക്ക് എത്ര സമ്മ് കാണട്ടെ, കുറയ്ക്കാനും കൂട്ടാനൊക്കെ ചെയ്യേണ്ടതുകൊണ്ട്. ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിന്റെ ക്ലോസിംഗ് സ്റ്റോക്കും. അപ്പൊ അതിൽ നിന്ന് കുറയ്ക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര കിട്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് അങ്ങോട്ട് നോക്കൂ. നമുക്ക് 25,000 രൂപയാണ് തന്നിട്ടുള്ളത്. ജസ്റ്റ് ഇവിടെ നോക്കിയാൽ മതി, 25,000 നമുക്ക് റോ മെറ്റീരിയൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതെത്തും 25,000.
എത്രയും നോക്കാം. ടോട്ടൽ അതായത് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എത്ര നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് കാണാൻ നമ്മൾ ഈ എമൗണ്ട്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് പർച്ചേസ് ആഡ് ചെയ്യുക, അതിൽ നിന്ന് റോ മെറ്റീരിയൽ ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. അപ്പൊ എത്ര നോക്കാം. അപ്പോൾ 4,20,000 നമുക്ക് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് ലേബേഴ്സ് മീൻസ് ഡയറക്റ്റ് പർച്ചേസ് നമ്മൾ കഴിഞ്ഞു. ഇങ്ങനത്തെ ഡയറക്റ്റ് വേജസ് 2,50,000, അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസ് അത് 10,000 രൂപ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഡയറക്റ്റ് വേജ് എത്ര, 2,50,000 രൂപ. ദെൻ ഡയറക്റ്റ് ചാർജബിൾ എക്സ്പെൻസ്, അല്ലെങ്കിൽ ചാർജബിൾ എക്സ്പെൻസ് ഉണ്ട്, ചാർജബിൾ എക്സ്പെൻസ് 10,000 രൂപ. 10,000 ഇത് ആഡ് ചെയ്യാം, ടോട്ടൽ ആഡ് ചെയ്യാം. അപ്പോൾ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 4,20,000, അതിൻ്റെ കൂടെ ഡയറക്റ്റ് വേജസ് ആഡ് ചെയ്തു. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, ചാർജബിൾ എക്സ്പെൻസ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് ആണ് 6,80,000. ഈ 6,80,000 നമ്മൾ പറയുന്ന പേരാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയും. പ്രൈം കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസിനെ പറയുന്ന പേരാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയും. ഇത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞൊരു കേസ് ഉണ്ട്, ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കാര്യം. നമ്മൾ ഒരു കോസ്റ്റ് ഓഫ് കൺസ്യൂമർ കാണണമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് അതിലേക്ക് എന്ത് ചെയ്യുക, പർച്ചേസ് ആഡ് ചെയ്യുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വർഷം നമ്മൾ എത്ര കൺസ്യൂം ചെയ്തിട്ടുണ്ട് കോസ്റ്റ്, അല്ലെങ്കിൽ ആ റോ മെറ്റീരിയൽ ആയാലും ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും ഈ ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കൺസ്യൂം ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കാം. അപ്പൊ നമ്മളിവിടെ ചെയ്തത് ഇങ്ങനെ തന്നെയായിരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് അതിലേക്ക് എന്ത് പർച്ചേസ് ആഡ് ചെയ്തു, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചു റോ മെറ്റീരിയലില്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടി 4,20,000. ഈ 4,20,000 നമ്മൾ ഡയറക്റ്റ് വേജസ് ആഡ് ചെയ്തു 2,50,000. അതിലേക്ക് ചാർജബിൾ എക്സ്പെൻസ് ആയ 10,000 രൂപ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി, 6,80,000 നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ പ്രൈം കോസ്റ്റിലേക്ക് നമ്മൾ ഇനി എന്താ ആഡ് ചെയ്യേണ്ടത്, ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം. ആഡ് ഫാക്ടറി ഓവർ ഹെഡ് ഇവിടെ നോക്കാം, തന്നിട്ടുണ്ടോ നോക്കാം. ഫാക്ടറി ഓവർ 80,000 രൂപ തന്നിട്ടുണ്ട്. ആഡ് ഫാക്ടറി ഓവർ ഹെഡ്, ഫാക്ടറി ഓവർ ഹെഡ് നമുക്ക് 80,000 രൂപ തന്നിട്ടുണ്ട്. അപ്പൊ എത്ര കിട്ടി നോക്കാം, ഈക്വൽ ടു സമ്മേഷൻ. നമുക്ക് 7,60,000 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഫാക്ടറി ഓവർ ഹെഡ്സ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വർക്കിംഗ് പ്രോഗ്രസ്സുകൾ വരാം. ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസിന്റെ ഓപ്പണിംഗ് എത്രയും നോക്കാം. വർക്കിംഗ് പ്രോഗ്രസിന്റെ ഓപ്പണിംഗ് നമുക്ക് തന്നിട്ടിരിക്കുന്നത് 10,000 രൂപയാണ്. അപ്പൊ 10,000 രൂപ ഇത് ശരിക്കും ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട കേട്ടോ. 10,000 രൂപ, 10,000 തന്നെയല്ലേ, 10,000 അല്ല 10,000 രൂപയാണ്, സോറി 10,000 രൂപ. അതിന്റെ കൂടെ ആഡ് ചെയ്യാം സമ്മേഷൻ. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 7,70,000 രൂപ കിട്ടി. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ അതായത് വർക്കിംഗ് പ്രോഗ്രസിന്റെ ആ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയ 15,000 രൂപ കുറയ്ക്കാം. അപ്പൊ ലെസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എത്രയാണ്, 15,000. അപ്പൊ നമ്മൾ എത്ര നോക്കാം, ഈക്വൽ ടു സമ്മേഷൻ. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 7,80,000 രൂപ നമുക്ക് കിട്ടി. ഇതാ നമ്മൾ എന്താ പറയാ, ഈ കോസ്റ്റ് നമ്മൾ പറയുന്ന പേരാണ്, ക്ഷമിക്കണം ഇവിടെ 85,000 അല്ല, ഇവിടെ ഞാൻ കൂട്ടേ ചെയ്ത് 85,000 ആയിട്ട്. അപ്പൊ കൂട്ടല്ല ചെയ്യേണ്ടത്, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, ഞാൻ മാറിപ്പോയതാണ്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം, നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കണം. അപ്പൊ ഈ 15,000 കുറച്ചപ്പോ നമുക്ക് എത്ര കിട്ടി, 7,50,000 രൂപ നമുക്ക് കിട്ടി.
ഈ കോസ്റ്റിന് പറയുന്ന പേരാണ് നമ്മൾ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് എന്ന് പറയും. വർക്ക് കോസ്റ്റ് നോക്കാം, നമ്മൾ ആദ്യം ഒന്നുകൂടി ഡിസ്കസ് ചെയ്ത് ഒന്നുകൂടി പറയാലോ. അതായത് പ്രൈം കോസ്റ്റിന്റെ കൂടെ നമ്മൾ ഫാക്ടറി കോസ്റ്റ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്തു. അതിൽ നമ്മൾ ആ വർഷത്തെ ഓപ്പണിങ് ആഡ് ചെയ്തു, അതിന് ആ വർഷത്തെ ക്ലോസിങ് ആഡ് ചെയ്തു. ടോട്ടൽ നമുക്ക് എത്ര കിട്ടി? ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫാക്ടറി ഓവർഹെഡിന്റെ കൂടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓവർഹെഡിന്റെ ആ വർഷത്തെ ടോട്ടൽ എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് നമ്മൾ പ്രൈം കോസ്റ്റിന് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വർഷത്തെ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് എമൗണ്ട് കിട്ടും. അപ്പൊ ഈ വർഷം നമുക്ക് കിട്ടിയ വർക്ക് കോസ്റ്റ് എത്ര? 7,55,000 രൂപയാണ് വർക്ക് കോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ദെൻ ഈ വർക്ക് കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? ഈ വർക്ക് കോസ്റ്റിന്റെ ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ നമ്മൾ സെല്ലിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യാം. ആഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എത്രയാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് നമുക്ക് തന്നിരിക്കുന്നത് 45,000 രൂപയാണ്. അപ്പൊ ആ 45,000 കൂടെ ആഡ് ചെയ്യാം. 45,000. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ടോട്ടൽ 80. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് 8 ലക്ഷം കിട്ടി. 80,000 8 ലക്ഷം കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? ആ വർഷത്തെ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട് നോക്കാം. ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടോ? ഉണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഓപ്പണിങ്സ് 50,000 രൂപ ഉണ്ട്. അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് 60,000 രൂപ. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യാം? ആഡ് ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് 50,000 രൂപ. അപ്പൊ അത് ആഡ് ചെയ്തോ. ഈക്വൽ ടു സം 8,50,000 കിട്ടും. അപ്പൊ നമുക്ക് 8,50,000. ഈ 8,50,000 നമ്മൾ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ അതിനായിരുന്നു 60,000 രൂപയാണ് തന്നിട്ടുള്ളത്. 60,000 തന്നെ അല്ലേ നോക്കൂ. 60,000 രൂപ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 60,000 അതിൽ നിന്ന് കുറയ്ക്കാം. 60,000 ഈക്വൽ ടു മൈനസ് 60,000. അപ്പൊ നമുക്ക് എത്ര കിട്ടി? നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കിട്ടി. അങ്ങനെ ടോട്ടൽ കണ്ടപ്പോ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കിട്ടി 7,50,000 രൂപ അല്ലെങ്കിൽ 90,000 രൂപയാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കിട്ടി. ഈ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് ഇനി വരാനുള്ള സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 30,000 രൂപ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്? 30. ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എമൗണ്ട് 30,000 രൂപ ആഡ് ചെയ്തു. ഈക്വൽ ടു സമ്മേഷൻ 30,000. അപ്പൊ നമുക്ക് കിട്ടിയ എത്രയാണ്? 8,20,000 രൂപ നമുക്ക് കോസ്റ്റ് കിട്ടി. ഈ 8,20,000 നമുക്ക് എന്ത് ചെയ്തു? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാം. ഈ ടോട്ടൽ കോസ്റ്റ്. അപ്പൊ ഈ കമ്പനി ഈ പ്രോഡക്റ്റ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് 8,20,000 നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. നമുക്ക് തന്നിരിക്കുന്ന നോക്കൂ എന്തൊക്കെ തന്നെ നമ്മളെല്ലാം എടുത്ത് നോക്കും. റോ മെറ്റീരിയൽ പർച്ചേസ് എടുത്ത്, ഫിനിഷിംഗ് ഗുഡ്സ് എടുത്ത്, റോ മെറ്റീരിയൽ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്ത്, പർച്ചേസ് എടുത്ത്, ഡയറക്റ്റ് മേജേഴ്സ് എടുത്ത്, ചാർജ് എക്സ്പെൻസ് എടുത്തു, ഓവർഹെഡ്സ് എടുത്തു, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് എടുത്തു, 45,000 എടുത്തിട്ടുണ്ട്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ഓവർഹെഡ്സ് എടുത്തു. ഇനി നമുക്ക് തന്നിട്ട് സെയിൽസ് എമൗണ്ട് 9,20,000 സെയിൽസ് എമൗണ്ട് ഉണ്ട്. അപ്പൊ സെയിൽസ് എമൗണ്ട് 9,20,000 രൂപ സെയിൽസ് എമൗണ്ട്. ഇനി പ്രോഫിറ്റ് കാണണം. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നമ്മളെ സെയിൽസ് എമൗണ്ട് മൈനസ് ടോട്ടൽ കോസ്റ്റ്. അപ്പൊ നമുക്ക് അതും കിട്ടി. നമ്മളെ പ്രോഫിറ്റ് എത്രയാണ്? 1,00,000 രൂപ പ്രോഫിറ്റ് കിട്ടി. ഇതാണ് കോസ്റ്റ് ഷീറ്റ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് എനിത്തിങ്. നമ്മൾ ഇതിന്റെയൊക്കെ മാക്സിമം ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ ബുക്കിൽ ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനുള്ള